യൂണിറ്റ് 9 ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെൻറ്റ്. നെക്സ്റ്റ് വരുന്നതാണ് ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെൻറ്റ്. എന്താണ് ഈ ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്? അതായത് 1960 ജപ്പാനിലാണ് നമ്മൾ ക്വാളിറ്റി പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ജപ്പാനിലാണ്. അതിലെ ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് is method developed in Japan beginning in 1966 to help transform the voice of the customer into engineering characteristics of the പ്രൊഡക്റ്റ്. അതായത് വോയിസ് ഓഫ് ദ കസ്റ്റമറുടെ വോയിസ്, കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻസ്, അവരുടെ നീഡ്, അതൊക്കെ എന്താണോ അത് നമ്മൾ എൻജിനീയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പ്രൊഡക്റ്റിലേക്ക് മാറ്റുകയാണ്. അതാണ് ഈ ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. യോജി ഒക്കാമോ ദ ഒറിജിനൽ ഡെവലപ്പർ ഡിസ്ക്രൈബ്ഡ് QFD ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് യോജി ഒക്കാമയാണ്. ഈസ് എ മെത്തേഡ് ട്രാൻസ്ഫോം ക്വാളിറ്റേറ്റീവ് യൂസർ ഡിമാൻഡ്സ് into quantitative parameters to deploy the functions forming quality and deploy methods for achieving design quality to subsystem component parts ultimate specific elements of the manufacturing process. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് കസ്റ്റമേഴ്സ് അവരുടേതായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ പറയും. അത് പറയുമ്പോൾ അത് നമുക്ക് എൻജിനീയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്കൊരു സ്ട്രക്ചർ, ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ആ വീടിൻ്റെ ഓണർ ചിലപ്പോൾ ഇന്ന പോലെ റൂം വേണം, ഇങ്ങനെയുള്ള റൂം വേണം, അങ്ങനെയുള്ള ഐഡിയാസൊക്കെ പറയുന്നുണ്ടാവും. ഈ ഐഡിയാസ് നമുക്ക് എൻജിനീയറിംഗ് കോൺസെപ്റ്റിലേക്ക് മാറ്റും. നമ്മൾ മിക്കപ്പോഴും വീടുകളുണ്ടാകുമ്പോൾ അതൊരു സ്ക്വയറിലാണ് എടുക്കുക, കറക്റ്റായിട്ട് ഒരു സ്ക്വയർ ഫീറ്റിലാണ് മിക്കപ്പോഴും വീടുകളുണ്ടാവും. പിന്നെ അതിൻ്റെ എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നോർമലി വീടുകളൊക്കെ ഒരു സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ ഉള്ളിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതിൻ്റെ ഉള്ളിൽ അഡീഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും മോസ്റ്റ്ലി എന്തായിരിക്കും, ഒരു സ്ക്വയർ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതുപോലെ എൻജിനീയറിങ്, അതായത് അങ്ങനെ നിന്നാലേ ബിൽഡിങ് നിൽക്കുകയുള്ളൂ. അപ്പോൾ എൻജിനീയറിങ്ങിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ അതേപോലെ ആണ് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, അതിൽ കൂടുതൽ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ കണ്ടീഷൻസാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ് കൂടുതലും വന്നിട്ടുള്ളത്. അവിടെ ഒരു കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില ബിഹേവിയർ ഉണ്ട്. അതായത് ഒരു സീറ്റ് ഇങ്ങനെ വേണം, ബാക്കിലെ സീറ്റ് ഇങ്ങനെ വേണം, അങ്ങനെ കുറേ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ അയാൾ പറയും. അപ്പോൾ അത് നമ്മൾ ആ കാറിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിലത്തെ ഓരോ ഫീച്ചേഴ്സും അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ, ആ കാറെന്ന് പറയുന്ന ആ ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് ഇതൊക്കെ കൊണ്ടുവരണം. അപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്യാൻ നിൽക്കാൻ പാടില്ല, അത് ഒരു പ്രത്യേക ആംഗിളിലാണ് അത് നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു എൻജിനീയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഉള്ളിൽ അതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഇവിടെ ബാലൻസ് നിൽക്കും, അപ്പോൾ അത് പാടില്ല, അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മെഷീൻസിൻ്റെ ഒരു സാധനം പുറത്തേക്ക് തള്ളി നിൽക്കാൻ പാടില്ല, അതിൻ്റെ ഉള്ളിൽ എല്ലാതും പ്രസ് ചെയ്തിട്ട്, അപ്പോൾ ഫ്രണ്ട് ഭാഗമൊക്കെ ആണെങ്കിൽ, ബോണറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരണം, അതിൻ്റെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സെറ്റിങ്സും ചെയ്തിട്ട് വേണം ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ക്വാളിറ്റി ഫംഗ്ഷനിൽ വോയിസ് ഓഫ് ദ കൺസ്യൂമർ, കസ്റ്റമറുടെ വോയിസ്, ആ വോയിസിനനുസരിച്ച് ക്വാളിറ്റിയിൽ എൻജിനീയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫോം ക്വാളിറ്റേറ്റീവ് യൂസർ ഡിമാൻഡ്സ്, അയാൾക്ക് വേണ്ട ചില കണ്ടീഷൻസ്, ചില കളറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇൻറ്റു ക്വാണ്ടിറ്റേറ്റീവ് പാരാമീറ്റേഴ്സ്, അത് നമ്മൾ ഒരു അളവുകളിലേക്ക് മാറ്റുകയാണ്. ടു ഡിപ്ലോയ് ഫംഗ്ഷൻ ഫോമിങ് ക്വാളിറ്റി, ആ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ, ആൻഡ് ടു ഡിപ്ലോയ് മെത്തേഡ് ഫോർ അച്ചീവിങ് ദ ഡിസൈൻ ക്വാളിറ്റി ഇൻറ്റു സബ് സിസ്റ്റം. അതായത് എന്താണ് മെത്തേഡ്, അതിൻ്റെ ആ മെത്തേഡുകളൊക്കെ ഇതിലേക്ക് ഈ ക്വാളിറ്റി കിട്ടുന്ന രീതിയിലേക്ക് മാറ്റുകയാണ്. കമ്പോണൻറ്റ് പാർട്സ് അൾട്ടിമേറ്റ്ലി സ്പെസിഫിക് എലമെൻറ്റ്സ് ഓഫ് ദ മാനുഫാക്ചറിങ് പ്രോസസ്സ്, അതൊക്കെ ആ മാനുഫാക്ചറിങ്ങിന് കറക്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഫിറ്റ്നസ് ഫോർ ഗുഡ്, ഫിറ്റ്നസ് ഫോർ യൂസ്, അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഫിറ്റ്നസ്, അതിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിലേക്കായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെൻറ്റ് ഹാസ് 50 years ട്രാക്ക് റെക്കോർഡ് മെത്തേഡ് പുട്ടിങ് കസ്റ്റമർ നീഡ്സ് ഫസ്റ്റ് ത്രൂ ഔട്ട് ദ എൻ്റയർ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. അത് മുഴുവനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മെയിനായിട്ട് കണ്ടിന്യൂസ്ലി സർക്കിളിങ് ബാക്ക് ടു ദ വോയിസ് ഓഫ് ദ കസ്റ്റമർ, എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കസ്റ്റമറുടെ വോയിസിനാണ്. ഇനി എഫേർട്ട് ഇൻ ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെൻറ്റ്, കളക്ടിങ് ഇൻപുട്ട് ഫ്രം കസ്റ്റമേഴ്സ് ടിപ്പിക്കലി ത്രൂ സർവേസ്, നമ്മൾ അവരിൽ നിന്ന്, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അഭിപ്രായങ്ങളും കാര്യങ്ങളും കളക്ട് ചെയ്യുന്നു. അതായത്
ചില സൗണ്ടുകൾ വരിക, ചില മെഷീൻസിൻ്റെ പാർട്സുകൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആവാതിരിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവരുടെ ഇന്ന് വരും. അതായത് ഇപ്പോൾ നമ്മൾ അവരുടെ ഒരു കംഫർട്ട് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യും. കംപ്ലയിൻറ്റ്സാണ് മെയിനായിട്ട് വരിക. ആ കംപ്ലയിൻറ്റ്സുകൾ നമുക്ക് ഇപ്പോൾ നമ്മൾ കുറേ ഓടിക്കുമ്പോൾ വണ്ടിയിൽ നിന്നൊരു സൗണ്ട് വരുന്നു, അല്ലെങ്കിൽ ചില സമയത്ത് ഡോറ് തുറക്കാൻ കിട്ടാതെ വരിക, അങ്ങനെയുള്ള കുറേ കംപ്ലയിൻറ്റ്സ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തും. ആ കാരണങ്ങൾ നമ്മൾ മാറ്റാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഭംഗിൻ്റെ ഭാഗം മാത്രമല്ല, അതിൻ്റെ ഉള്ളിലെ ഓരോ പാർട്സിനും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഇന്ന കംപ്ലയിൻറ്റ്സുകൾ അതിന് വരുന്നുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് എന്നുള്ളത് അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനുള്ള മെത്തേഡുകൾ, എഞ്ചിനീയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. These customers' requirement, request, demand and preference are framed specific items. അതായത് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ്, അവരുടെ റിക്വസ്റ്റ്, ഡിമാൻഡ്, അതുപോലെ തന്നെ അവരുടെ പ്രിഫറൻസുകൾ, സ്പെസിഫിക് ഐറ്റംസ് ഐഡിയലി റാങ്ക്ഡ് ഇൻ ടേംസ് ഓഫ് ഇമ്പോർട്ടൻസ്. അത് നമ്മൾ റാങ്ക് ചെയ്യുകയാണ്. നമ്മളിങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് റാങ്ക് ചെയ്യണു. ദീസ് ആർ ദെൻ ലിസ്റ്റഡ് ഓൺ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഹൗസ് ഓഫ് ക്വാളിറ്റി മെട്രിക്സ്. ഇതൊരു വീട് പോലെ ക്വാളിറ്റി മെട്രിക്സ് നമ്മൾ ചെയ്യും. അത് നമുക്ക് ഈ ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെൻറ്റിൻ്റെ ഇമേജ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അതൊരു മെട്രിക്സ് പോലെ ഒരു വീടിൻ്റെ ഷേപ്പിലാണ് ആ മെട്രിക്സ് വരിക. പല കാറ്റഗറിയിൽ നമ്മളത് ഇതാക്കും. അതായത് ഒരു സ്ക്വയർ, അതിൻ്റെ മുകളിലൊരു ഒരു റെക്റ്റാങ്കിൾ, അതിൻ്റെ മുകളിലൊരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിലാണ് മെട്രിക്സ് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ദെൻ റെപ്രസെൻറ്റ് ദ കസ്റ്റമേഴ്സ് വാണ്ട്സ് ടു പ്രൊഡക്റ്റ് ഡു. അതിൽ പ്രൊഡക്റ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഇനി അവിടെ കസ്റ്റമർ ഐറ്റംസ് ഐഡൻറ്റിഫൈഡ് സിഗ്നേച്ചർ ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെൻറ്റ് മെട്രിക്സ് ഓരോന്നും നമ്മൾ പ്രിയോറിറ്റൈസ് ചെയ്യും. ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതൊക്കെ നമ്മൾ പ്രിയോറിറ്റൈസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ മാർക്കറ്റിൽ ഇറക്കും. ഇപ്പോൾ ഫ്യൂവല് കുറവ് വേണം, ഫ്യൂവൽ അധികം ഉണ്ടാവാൻ പാടില്ല, മാക്സിമം സ്പീഡ് കിട്ടണം. ചില വണ്ടിക്ക് സ്പീഡ് കൂടുതലാവില്ല, ഒരു ലിമിറ്റ് സ്പീഡിലും കൂടുതൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിനൊക്കെ ഒരു ലിമിറ്റിലും കൂടുതൽ പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സ്പീഡ് വേണം. അതിൻ്റെ ഫ്യൂവൽ, എൻജിൻ ഓയിൽ കുറച്ചാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ കുറേ ലോങ് ലാസ്റ്റിംഗ് പീരീഡ് അത് ഉപയോഗിക്കാൻ പറ്റണം. അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസൊക്കെ പറയും. അതൊക്കെയാണ് ഈ വോയിസ് ഓഫ് കസ്റ്റമർ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതിൽ എത്രമാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യാം, നമുക്ക് സ്പീഡ് ഒരു പരിധിക്കപ്പുറം കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ആ സ്പീഡ് എത്ര വരെ കൂട്ടാൻ പറ്റും അത് നമ്മൾ തീരുമാനിക്കും. പിന്നെ ഫ്യൂവലാണെങ്കിൽ, എൻജിൻ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ചില നല്ല കാറുകൾക്കൊക്കെ കുറച്ച് കിലോമീറ്ററേ നമുക്ക് 1 ലിറ്റർ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരെ പോകാൻ പറ്റുള്ളൂ. 8 കിലോമീറ്റർ 7 കിലോമീറ്ററൊക്കെയാണ് ചില വണ്ടിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ചില വെഹിക്കിൾസിനൊക്കെ പ്രീമിയം ക്വാളിറ്റിയുള്ള പെട്രോള് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കും അതുപോലത്തെ വെഹിക്കിൾ ഉപയോഗിക്കണം, സ്പീഡ് കൂടുതൽ കിട്ടണം, കൂടുതൽ മൈലേജ് കിട്ടണം, അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് അതാണ് നമ്മൾ പറയുന്നത്. ആ കണ്ടീഷൻസ് എഞ്ചിനീയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അവിടെ എന്തായി ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെൻ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ.